ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഗൾഫ് മേഖലയിൽ വ്യോമാക്രമണം രൂക്ഷം. അബുദാബിയിലെ അജ്ബാനിൽ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 12 പേർക്ക് പരിക്ക്. ആഗോള ഊർജ്ജ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയിലെ LPG വിതരണം സുഗമമായി തുടരുന്നതായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. കേരളം, പുതുച്ചേരി, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ പോളിംഗ് ദിനത്തിൽ വോട്ടർമാർക്ക് ശമ്പളത്തോടെയുള്ള അവധി നൽകണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിന് 6 ദിവസം ശേഷിക്കെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. NDAയ്ക്കായി BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയും UDFനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നാളെ സംസ്ഥാനത്തെത്തും. LDFനായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്ത്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിൽ സംഘർഷം 35ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ US-ഉം ഇസ്രായേലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇറാനും പ്രത്യാക്രമണം ശക്തമാക്കിയതോടെ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള സിവിലിയൻ, വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിച്ചു. അബുദാബിയിലെ അജ്ബാനിൽ വ്യോമാക്രമണങ്ങൾ തടയുന്നതിനിടെ അവശിഷ്ടങ്ങൾ പതിച്ച് 12 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേർ ഇന്ത്യക്കാരും 6 പേർ നേപ്പാൾ സ്വദേശികളുമാണ്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനിടെ രാജ്യാതിർത്തി കടന്ന 7 ഡ്രോണുകൾ തകർത്തതായി സൌദി അറേബ്യ അറിയിച്ചു. കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറിക്ക് നേരെയും ഇന്ന് പുലർച്ചെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾക്കിടയിലും ഇന്ത്യയുടെ LPG വിതരണം സുഗമമായി തുടരുന്നതായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. വീടുകളിലേക്ക് തടസ്സമില്ലാതെ LPG വിതരണം നടക്കുന്നതായും നിലവിൽ പ്രതിദിനം 28 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും ഇന്ത്യൻ ഓയിൽ പ്രസ്താവനയിൽ അറിയിച്ചു. LPG റീഫില്ലുകൾ ബുക്ക് ചെയ്യുന്നതിന് SMS, IVRS പോലുള്ള ഡിജിറ്റൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ കമ്പനി നിർദ്ദേശിച്ചു. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിനായി LPG വിതരണക്കാരിൽ പരിശോധന ഊർജിതമാക്കാൻ നടപടി സ്വീകരിച്ചതായും കമ്പനി അറിയിച്ചു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ബീഹാറിലെത്തും. മോത്തിഹാരിയിലെ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ 3ാം ബിരുദദാന സമ്മേളനത്തിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. പശ്ചിമ ചമ്പാരനിലെ ബിധി ഹർബ ഗാന്ധി ആശ്രമവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തു പകർന്ന് യുദ്ധക്കപ്പലായ INS താരഗിരിയുടെ കമ്മീഷനിംഗ് ഇന്ന് വിശാഖപട്ടണത്തെ നാവിക ആസ്ഥാനത്ത് നടന്നു. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഈ യുദ്ധക്കപ്പൽ പ്രോജക്ട് 17A ക്ലാസിന് കീഴിലുള്ള 4ാമത്തെ കപ്പലാണ്. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിന് രാജ്യത്തിന്റെ നാവികശക്തി വളരെ പ്രധാനമാണെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 ദിവസം ശേഷിക്കെ മുതിർന്ന നേതാക്കളുടെയും താരപ്രചാരകരുടെയും സാന്നിധ്യത്താൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. 3 മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചരണ രംഗത്ത് സജീവമാണ്. ഒരു റിപ്പോർട്ട്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി നാളെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇത് 2ാം വട്ടമാണ് അദ്ദേഹം സംസ്ഥാനത്തെത്തുന്നത്. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ചങ്ങനാശ്ശേരിയിലെത്തുന്ന ശ്രീ മോദി തിരുവല്ലയിൽ NDA പ്രചാരണ യോഗത്തിൽ സംബന്ധിക്കും. തുടർന്ന് തിരുവനന്തപുരത്തെത്തുന്ന അദ്ദേഹം കിള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കും. ശേഷം ഡൽഹിക്ക് മടങ്ങും. അതേസമയം നാളെ ആലപ്പുഴയിലെ UDF പ്രചാരണ പരിപാടികളിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കട്ടപ്പന, കുന്നത്തുനാട് എന്നിവിടങ്ങളിലെ പരിപാടികളിലും ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ നാളെ കോഴിക്കോട് UDFനായി പ്രചാരണത്തിനെത്തും. അതേസമയം CPM ജനറൽ സെക്രട്ടറി MA ബേബി നാളെ കോട്ടയം ജില്ലയിലും ഞായറാഴ്ച തിരുവനന്തപുരം ജില്ലയിലും LDFന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രചാരണ രംഗത്ത് സജീവമാണ്. CPIM മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇന്ന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണം നടത്തി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം, പുതുച്ചേരി, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് ദിവസം ശമ്പളത്തോടെയുള്ള അവധി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വ്യാപാര വ്യാവസായിക സ്ഥാപനങ്ങളിലെ ഉൾപ്പെടെ ജീവനക്കാർക്ക് വോട്ടെടുപ്പ് ദിവസം ശമ്പളത്തോടെയുള്ള അവധി നൽകേണ്ടതാണ്. എല്ലാ ദിവസവേതന തൊഴിലാളികൾക്കും താൽക്കാലിക ജീവനക്കാർക്കും അവധിക്ക് അർഹതയുണ്ട്.
വ്യവസ്ഥകൾ ലംഘിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ ഇടുക്കി ജില്ല ഒരുങ്ങുന്നു. സ്വീപ് പദ്ധതിയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടം സജ്ജമാക്കിയ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വോട്ടർമാർക്ക് ഏറെ സഹായമാകുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വോട്ട് എന്നത് ഓരോ പൗരന്റെയും അവകാശവും ശബ്ദവുമാണെന്ന സന്ദേശവുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയ elections.myidiki.com എന്ന വെബ്സൈറ്റിന്റെ പ്രവർത്തനം ശ്രദ്ധേയമായി കഴിഞ്ഞു. ഈ പോർട്ടലിലൂടെ വോട്ടർമാർക്ക് തങ്ങളുടെ പോളിംഗ് ബൂത്തുകൾ എളുപ്പത്തിൽ കണ്ടെത്താനും വോട്ട് പ്രതിജ്ഞയെടുത്ത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കാനും സാധിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വോട്ടർ സർവീസ് പോർട്ടലിന്റെയും പ്രധാന ലിങ്കുകൾ ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 9 എല്ലാവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കണമെന്ന അഭ്യർത്ഥനയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷവും കേന്ദ്ര സായുധ പോലീസിന്റെ 500 കമ്പനി സേനയെ ക്രമസമാധാന ചുമതലകൾക്കായി വിന്യസിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൂടാതെ EVM, സ്ട്രോങ് റൂം, വോട്ടെണ്ണൽ കേന്ദ്രം എന്നിവയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 200 കമ്പനി സേനയെ കൂടി അധികമായി സംസ്ഥാനത്ത് നിലനിർത്തുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 23-നും ഏപ്രിൽ 29-നും 2 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കും. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തിങ്കളാഴ്ച അവസാനിക്കും. 234 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 23-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. അതേസമയം 27 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BJP ഇന്ന് പ്രഖ്യാപിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ, തെലങ്കാന പുതുച്ചേരി മുൻ ഗവർണർ തമിഴിസൈ സൌന്ദരരാജൻ, സംസ്ഥാന BJP മേധാവി നൈനാർ നാഗേന്ദ്രൻ എന്നീ പ്രമുഖർ പട്ടികയിൽ ഉൾപ്പെടുന്നു. 28 നിയമസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസും ഇന്ന് പ്രഖ്യാപിച്ചു. 2027 സെൻസസിനായുള്ള വ്യക്തിഗത വിവരങ്ങളുടെ സ്വയം രേഖപ്പെടുത്തൽ നടത്തി ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇത്തവണത്തെ ദേശീയ സെൻസസ് ഒരു പുതിയ യുഗത്തിന്റെ ഉദയത്തെ അടയാളപ്പെടുത്തുന്നുവെന്ന് സമൂഹ മാധ്യമക്കുറിപ്പിൽ ശ്രീ ബിർള പറഞ്ഞു. ആദ്യമായി മുഴുവൻ പ്രക്രിയയും ഡിജിറ്റലായി നടത്തുകയാണെന്നും അതുവഴി ഓരോ പൌരനും അവരുടെ വിശദാംശങ്ങൾ വ്യക്തിപരമായി രേഖപ്പെടുത്താനുള്ള അവകാശവും സൌകര്യവും ലഭിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. കേരളത്തിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. സാഫ് അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. രാത്രി 8:30-ന് മാലിദ്വീപിലെ മാലെയിലാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ സെമിയിൽ ഭൂട്ടാനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കലാശപ്പോരിന് ഇറങ്ങുന്നത്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 2 പന്തിൽ 4 റൺ നേടിയിട്ടുണ്ട്. മംഗോളിയയിലെ ഉലാൻ ബത്തറിൽ നടക്കുന്ന ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ നിഖാത് സെറീൻ, പ്രിയ ഗംഗാസ്, പ്രീതി പവാർ എന്നിവർ. ഇന്ന് നടന്ന വനിതകളുടെ 51 കിലോഗ്രാം ക്വാർട്ടർ ഫൈനലിൽ നിഖാത് സെറീൻ ഫിലിപ്പീൻസിന്റെ സിയാൻ ബാഗുഹിനെ 1ാം റൌണ്ടിൽ തന്നെ പരാജയപ്പെടുത്തി. സെമി ഫൈനലിൽ പാരീസ് ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവായ ചൈനയുടെ വു യുവിനെ നിഖാത് സെറീൻ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഗൾഫ് മേഖലയിൽ വ്യോമാക്രമണം രൂക്ഷം. അബുദാബിയിലെ അജ്ബാനിൽ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 12 പേർക്ക് പരിക്ക്. ആഗോള ഊർജ്ജ പ്രതിസന്ധിക്കിടയിലും ഇന്ത്യയിലെ LPG വിതരണം സുഗമമായി തുടരുന്നതായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. കേരളം, പുതുച്ചേരി, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ പോളിംഗ് ദിനത്തിൽ വോട്ടർമാർക്ക് ശമ്പളത്തോടെയുള്ള അവധി നൽകണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിന് 6 ദിവസം ശേഷിക്കെ ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. NDAയ്ക്കായി BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയും UDF-നായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നാളെ സംസ്ഥാനത്തെത്തും. LDF-നായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്ത്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ചു. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.